ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷ്ണൻ്റെയും രാധയുടെയും കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ആദ്യം കാണിക്കുന്നത് മേഘനാഥനും ആര്യയും അതേപോലെ ഹരിയും എല്ലാം കൂടെ ഒന്നിച്ച് കാറിൽ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് മേഘനാഥന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. പെട്ടെന്ന് വന്ന് കാണുന്ന ആരോ പറയുകയാണ്. ഉടനെ തന്നെ മേഘനാഥൻ പറയുന്നുണ്ട്, എനിക്കിപ്പം വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല, നിങ്ങൾ ഈ ഗിഫ്റ്റ് അഞ്ജലിക്കും പ്രസാദിനും കൊടുത്താൽ മതി, ഞാൻ എന്നിട്ട് ആ ഫ്രണ്ടിനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ ആര്യയ്ക്ക് സമാധാനമാകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇറങ്ങുകയാണ് അവർ രണ്ടുപേരും. എന്നിട്ട് മേഘനാഥൻ പോവുകയാണ്. പിന്നീട് കഥയിൽ കാണിക്കുന്നത് ഹരിയും ആര്യയും വീട്ടിൽ ചെന്നിട്ടുള്ള സംസാരമാണ്, പുഷ്പനുമായിട്ടുള്ള സംസാരം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് കൊടുത്തു വിട്ടതാണെന്നും പറഞ്ഞിട്ട് പ്രസാദിന് ഈ ഡ്രസ്സ് കൊടുക്കുന്നതാണ് അനിയൻ. അപ്പം ആരാന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ അന്ന് കണ്ട സാറില്ലേ, നാഥൻ സാർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പ്രസാദ് വിചാരിക്കുന്നുണ്ട്, എന്താണ് ഇദ്ദേഹം നമ്മളെ ചുറ്റി ഇങ്ങനെ അപ്പോൾ വരുന്നുണ്ടല്ലോ, എന്തോ ഒരു കാര്യസാധ്യത ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവിടെ അച്ചുവിൻ്റെ ടീച്ചർ വരുന്നതാണ്. അപ്പം അഞ്ജലിയും സീതാമ്മയും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ തിരക്കുമ്പം പറയുന്നുണ്ട്, മകൻ അമ്മയെ കാണാത്തതിൻ്റെ വിഷമമുണ്ട് എന്നൊക്കെ. അപ്പം സീതാമ്മ പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ, 2-3 ദിവസം കഴിയട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അഞ്ജലിക്കും വിഷമാവുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, നാളെ തന്നെ ഞാൻ വന്നിട്ട് അച്ചുവിനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. എന്നിട്ട് പുഷ്പനും സീതാമ്മയും കൂടെ പറയുന്നുണ്ട്, പ്രസാദിനെ അച്ചുവിന് ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ഹസ്ബൻഡിൻ്റെ രീതിയിൽ അവൻ എങ്ങനെ കാണുമെന്ന് അറിഞ്ഞുകൂടാന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം മേഘനാഥനെ ഹരി ഇപ്പോൾ വരുമോ എന്ന് ചോദിച്ച് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരു അരമണിക്കൂറിൽ വന്നേക്കാമെന്ന്. അപ്പോൾ ഒരു കാറ് പെട്ടെന്ന് മേഘനാഥൻ്റെ ദേഹത്ത് തട്ടുന്ന പോലെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് മേഘനാഥൻ ദേഷ്യപ്പെടുന്നുണ്ട്, എങ്ങോട്ട് നോക്കിയാണ് ഓടിക്കുന്നത്. അത് നോക്കുമ്പം വേണുഗോപാൽ വക്കീലാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ മേഘനാഥൻ പുറകെ ഓടുന്നുണ്ട്. എന്നിട്ട് കാർ എടുത്തിട്ട് പുറകെ സ്പീഡിൽ പോവുകയാണ്. വേണുഗോപാലൻ നല്ല രീതിയിൽ സ്പീഡിൽ ഓടിക്കുന്നുണ്ടെങ്കിലും ഒരിടത്ത് ചെല്ലുമ്പോൾ റോഡില്ലാതാവുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇറങ്ങി ഓടുകയാണ് വേണുഗോപാൽ. എന്നിട്ട് പുറകെ മേഘനാഥനും ചെല്ലുന്നുണ്ട്. മേഘനാഥൻ വക്കീലിനോട് പറയുന്നുണ്ട്, നിങ്ങളോട് എനിക്ക് നേരിട്ട് ഒരു ദേഷ്യമില്ല, നിങ്ങൾ എന്നെ രാധയെ കാണിച്ചു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. വക്കീൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും രാധയെ കാണിച്ചു തരത്തില്ല, നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യ സുഭദ്രാമ്മയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കുമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് മേഘനാഥൻ അദ്ദേഹത്തെ ഓടിപ്പിക്കുന്നുണ്ട്, ഒരു അവയവമെങ്കിലും നിൻ്റെ ഞാൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് ഷൂട്ട് ചെയ്യുകയാണ് കാലിന് നോക്കിയിട്ട്. എന്നിട്ട് ഷൂട്ട് ചെയ്ത് അവിടെ വീഴുന്നുണ്ട് വേണുഗോപാൽ. എന്നിട്ട് അവിടുന്ന് മേഘനാഥൻ പോവുകയാണ്. അതേപോലെ തന്നെ ഹരിയെ മേഘനാഥൻ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ഇനി ഒരു അവസരത്തിൽ വരാൻ, ഇന്ന് ഇച്ചിരി ബിസിയാന്ന്. അതോടെ ഇന്നത്തെ കഥ തീരുകയാണ്. താങ്ക് യു.